നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി എംഡി സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ മാറ്റിയതിന് പിന്നാലെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും കെഎസ്ആർടിസി മാറ്റുകയാണ്. 4 ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടി ക്രമീകരണം ഒഴിവാക്കി. ഇന്ന് ജോലിക്കെത്തിയ പാലക്കാട് ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിക്കാരനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാത്ത സ്ഥിതിയുമുണ്ടായി. ജോലിക്കെത്തിയ കെഎസ്ആർടിസി ജീവനക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ ഗതാഗത മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീണ്ടകാലത്തെ കടബാധ്യതയിൽ നിന്ന് കെഎസ്ആർടിസി സ്വന്തം കൈയിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ തുടങ്ങുന്ന സ്ഥിതി എത്തിയപ്പോഴാണ് ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ. പുതിയ നടപടികൾ കെഎസ്ആർടിസിക്ക് ഗുണം ചെയ്യുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നതും ഈ വിഷയമാണ്. കെഎസ്ആർടിസിയെ നന്നാക്കാൻ അനുവദിക്കില്ലേ? പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. മുളന്തുരുത്തിയിൽ നിന്ന് അനൂപ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. അനൂപ്, എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളും പുതിയ നടപടികളുമെല്ലാം കെഎസ്ആർടിസിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അനൂപ്, കേൾക്കാമോ? കേൾക്കാം. അനൂപ് പറഞ്ഞോളൂ, എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ കെഎസ്ആർടിസിക്ക് ഗുണം ചെയ്യുമോ? എവിടെ ഗുണം ചെയ്യാൻ? ഇത് ഒരു ഗുണവും ചെയ്യില്ല. ടോമിൻ തച്ചങ്കരിയൊക്കെ ആണെങ്കിൽ പോലെ നമ്മുടെ CETന്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ഗുണം ചെയ്യുന്നതിനെക്കാട്ടി ഉപരി ഇപ്പം ഈ എറണാകുളം കമ്മീഷനെ തന്നെ ഞങ്ങളുടെ അടുത്ത് മാറ്റിയെന്ന് പറയും. ഈ കൂടാതെ ഇപ്പൊ PSC എല്ലാ തരത്തിലും ഇത് നശിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു പ്ലാനും ഇല്ലാത്ത തരത്തിലാണ് പോണത്. ഈ പ്ലാനായിട്ട് പോകണമെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. ശരി, നെടുമുടിയിൽ നിന്ന് ടോമി എന്ന പ്രേക്ഷകൻ ചേർന്നു. ടോമി, എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് KSRTC ഒന്ന് നന്നായി വരുമായിരുന്നു, അപ്പോഴാണ് തച്ചങ്കരിയെ മാറ്റിയത്. സർക്കാരിനാണെങ്കിലും ഇത് നന്നായിട്ട് പോകണമെന്നുള്ള വിചാരമില്ല. അവരുടെ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ, നടപ്പിലാക്കിയില്ലെങ്കിൽ അവരെ മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നത്. ശരി, വെന്നിയൂരിൽ നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകൻ കൂടി ചേർന്നു. പ്രദീപ്, എന്താണ് പറയാനുള്ളത്? പ്രദീപ് ലൈനില്ല എന്നാണ് തോന്നുന്നത്. കെഎസ്ആർടിസി എംഡി സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ മാറ്റിയതിന് പിന്നാലെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും ഇപ്പോൾ കെഎസ്ആർടിസി അടിമുടി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടി ക്രമീകരണം ഒഴിവാക്കിയിരിക്കുന്ന തരത്തിൽ പുതിയ മാറ്റങ്ങളാണ് കെഎസ്ആർടിസിയിൽ കൊണ്ടുവരുന്നത്. പ്രദീപ് ചേരുകയാണ്. പ്രദീപ്, കേൾക്കാമോ? കേൾക്കാം. എന്താണ് പ്രദീപിന്റെ അഭിപ്രായം? ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ കെഎസ്ആർടിസിക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിപ്പോ ഒരു കാരണവശാലും ശകല അല്പബുദ്ധിയുള്ള ആർക്കും തോന്നുന്നില്ല ഇതൊരു ഗുണം ചെയ്യുമെന്ന്. കാരണം ടോമിൻ തച്ചങ്കരി ഇരുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് വളരെ ഗുണം ചെയ്തു എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസത്തെ സാലറി കൊടുത്തപ്പോഴൊക്കെ മനസ്സിലാക്കിയത്, ഈ മാസത്തെ. പിന്നെ അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയില് ഏത് കാര്യം തീരുമാനിക്കുന്നത് പാർട്ടി അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളുണ്ട് ഇവിടെ. ആനാവൂർ നാഗപ്പൻ, അതേപോലെ തന്നെ ആനത്തല ആനന്ദവട്ടൻ, ഇവരെ 2 വ്യക്തികളാണ് യഥാർത്ഥം പറഞ്ഞാൽ ഈ ടോമിൻ തച്ചങ്കരി ഇതിന്റെ പുറകെ നിന്ന് മാറ്റാനുള്ള ഒന്നാമത്തെ കാരണം. പിന്നെ അതിനൊപ്പം കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാരണം, ഞാനും നിങ്ങളും അടങ്ങുന്നവർ കൊടുക്കുന്ന നികുതിയിലാണ് ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങൾ 99% വർക്ക് ചെയ്യുന്നത്. അതിനൊപ്പം ഈ പറയുന്ന യൂണിയൻ നേതാക്കന്മാർ, ഇന്ന് അതിലൊരു പ്രദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിയൻ നേതാവ് സംസാരിച്ചത് ഞാൻ രാവിലെ താങ്കളുടെ ന്യൂസിൽ കേട്ടായിരുന്നു. ഇവർക്കെല്ലാം ജോലി ചെയ്യാതെ സീറ്റ്, അവിടെ ഒരു ഓഫീസുണ്ട് ഇവർക്ക്. ഇവിടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് ശമ്പളം വാങ്ങി ആ ശമ്പളം കൊണ്ട് അവരുടെ കുടുംബം നടത്തണം. ഇവർക്കെല്ലാം നാണമില്ലേ? ജോലി ചെയ്ത് ആ വിയർപ്പിന്റെ ഫലമല്ലേ അവന്റെ മക്കൾക്ക് കൊണ്ട് കൊടുക്കേണ്ടത്? ഈ പൊതുജനത്തിന്റെ പണം വാങ്ങി ഈ KSRTC എന്നൊരു സാധനം മാത്രമല്ല, ഈ പൊതുജനങ്ങളുടെ കരം പൈസ വാങ്ങിയാണല്ലോ ഇവരുടെ വീട്ടു ചെലവ് നടത്തുന്നത്. അല്പം നാണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ആ ഒരു സ്ഥാപനത്തോട് ഒരു അല്പം കൂറുണ്ടെങ്കിൽ ഇവർ ജോലി ചെയ്യില്ലേ? ജോലി ചെയ്യാതെ നോക്കുകൂലി വാങ്ങുന്നത് എവിടുത്തെ അടിസ്ഥാനമാണ്? ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറയുന്നത്, അത് നമ്മൾ ലോകത്തിന്റെ ഏതൊരു സ്ഥലത്ത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒറ്റ ഡ്രൈവർ കാണത്തുള്ളൂ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞ അനാവശ്യമായ പോസ്റ്റുകൾ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ആവില്ല എന്നറിയാം. ഇതേപോലത്തെ രാഷ്ട്രീയ സംഘടനകളെല്ലാം
ഇവൻ പോലീസിൽ കൂടെ ഉണ്ട് രാഷ്ട്രീയ സംഘടന. ആ സംഘടനയെല്ലാം മാറ്റിയാൽ മാത്രമേ നാട് നന്നാവൂ. ഈ ശാപം എന്നുള്ളത് KSRTC വിട്ടുമാറാൻ പോണില്ല ഈ സംഘടനകളെ നിരോധിച്ച് മാറ്റിയില്ലെങ്കിൽ. ശരി, നന്ദി. പ്രതികരിച്ചതിന് കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. വിഷ്ണു ഒരു മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കുന്നു. അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ഒരുവിധം പഠിച്ചു വരുന്നു, പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ആ രീതിയിൽ KSRTC മെച്ചപ്പെട്ടു വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നു, പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ KSRTCക്ക് ഗുണം ചെയ്യുമോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാഡം, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പ്രേക്ഷകനോട് ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെയാണ്. കാരണം ആൾക്കാര് ബേസിക്കലി അവരവരുടെ സൗകര്യം കണക്കാണ് കാര്യങ്ങൾ നോക്കുന്നത്. നമ്മുടെ ആൾക്കാർ നോക്കുന്നത് കൈക്കൂലി കൊടുത്താലും ജോലി കിട്ടിയാൽ മതി, കൈക്കൂലി കൊടുത്ത് പ്രൊഫസർ ആവാനാണ് അവിടെ നടക്കുന്നത്, പഠിപ്പിക്കാനുള്ള ജോലിയാണേ അതുപോലും പൈസ കൊടുത്ത് കയറാനാണ് നോക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് നന്നാവും? പഠിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അത് 50 ലക്ഷം രൂപ കൊടുത്ത് കയറാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് പിന്നീട് ഈ പറയുന്ന ജോലിയല്ല. ഇപ്പൊ കളക്ടർ അത് കിട്ടിയില്ലെങ്കിൽ അവർ ചെയ്യുന്നത് കളക്ടർ ജോലിയാ. അങ്ങനെയുള്ള ആൾക്കാരും ലേബറേഴ്സ് ഉള്ളപ്പോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ശരി, നന്ദി വിഷ്ണു. പ്രതികരിച്ചതിന് കണ്ണൂരിൽ നിന്ന് അഭിലാഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. അഭിലാഷ്, നീണ്ടകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്വന്തം നിലയിൽ സാലറി കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് KSRTC വളർന്നത്. അത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യൂണിയൻ രാജ് വരുന്നു KSRTCയിൽ. ഈ മാറ്റങ്ങൾ ഏത് രീതിയിൽ KSRTC ബാധിക്കും? അഭിലാഷ് ലൈനില്ല. ഷെബിൻ വൈറ്റിലയിൽ നിന്ന് ചേരുന്നു. ഷെബിൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ ഷെബിൻ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? ഞാൻ വൈറ്റിലിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. KSRTC ഇത്രയും വർഷത്തിനിടെ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ശമ്പളം അതിന്റെ ചെലവിൽ കൊടുക്കാൻ പറ്റിയിരുന്നത്. അതെ. അപ്പോ ഇപ്പൊ ചെയ്തേക്കുന്ന പരിഷ്കാരം ഒരു 100% വിജയമാണ്, അല്ലെ? ശരി, ഫെബിൻ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഇപ്പൊ ചെയ്തേക്കുന്നത് 100% വിജയമാണ്. കാരണം ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ശമ്പളം കൊടുക്കുന്നത്. അതെ. അപ്പോ അങ്ങനെ വിജയിച്ചൊരു സ്ഥാപനത്തിൽ ഒറ്റയടിക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിന് പുറകില് 100 കണക്കിൽ ശക്തികളുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഗവൺമെന്റ് എല്ലാ സ്ഥാപനങ്ങളും വിജയിച്ചിരിക്കുന്ന സ്ഥാപനങ്ങള് ഇതുപോലെ ആളെ മാറ്റി ഇപ്പൊ ഒരു പുതിയ ആള് വന്ന് അത് ഇനി പഴയ അവസ്ഥയിൽ തന്നെയാവും. കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ശരി, നന്ദി ഫിബിൻ. പ്രതികരിച്ചതിന് ബോസ് എന്ന പ്രശ്നം ചേർന്നു. ബോസ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ പഴയ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു, തച്ചങ്കരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഒരു തരത്തിലും KSRTCയെ നന്നാക്കാൻ വിടില്ല എന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? ഇതെല്ലാം നേരത്തെ തന്നെ നമുക്കറിയാവുന്നത്. ഈ ആനന്ദം പോലുള്ള ആൾക്കാർ ഈ എന്ന് വരെ ഈ ട്രേഡ് യൂണിയനിലുണ്ടോ? ഹലോ, ശരി, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആനന്ദം പോലുള്ള ഈ നേതാക്കന്മാർ എന്ന് വരെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ അന്ന് വരെ ഇങ്ങനെ തന്നെ സംഭവിക്കും. ഈ KSRTCയെ രക്ഷിക്കണമെങ്കിൽ, ഈ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഈ ട്രേഡ് യൂണിയൻ എന്ന ഇതിനെ 5 വർഷത്തേക്ക് നിരോധിക്കണം. നിരോധിച്ചു കഴിഞ്ഞാൽ ഈ കേരളം എല്ലാ രീതിയിലും നന്നാവും. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി ബോസ്. പ്രതികരിച്ചതിന് കോഴിക്കോട് നിന്ന് ബാലൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ബാലൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് നന്നാവണ്ടെങ്കിൽ ആദ്യം ഈ ചോട്ട നേതാക്കളെ മാറ്റി, യൂണിയൻ നേതാക്കളെ മാറ്റും. ഈ ചോട്ട നേതാക്കളാണ് ഇതിനെല്ലാം പാടുവാണ്. അവര് നന്നാവാൻ വിടുകയില്ല, അവർ നന്നാക്കുകയില്ല, അവർ നന്നാവാൻ വിടുകയില്ല. അങ്ങനത്തെ ഒരാൾക്കാരാണ് ഈ നേതാക്കൾ. ഈ ആനന്ദം എന്ന് പറഞ്ഞത് വെറും തെണ്ടിയാണ്. അയാള് ചെയ്യുന്ന എന്ത് കാര്യവും അയാൾ പറയുന്നതെല്ലാം വലിയ അറിയുന്നമാതിരി തന്നെ. അയാളെ എനിക്ക് മസ്കറ്റിൽ വെച്ചിട്ട് എനിക്കറിയാം. ഞാൻ മസ്കറ്റുകാരനായിരുന്നു. മസ്കറ്റിലെ ഇയാൾ വന്നിരുന്നു. ഇയാൾ അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടതാ. അയാൾ എങ്ങനത്തെ ആളാണെന്ന് എനിക്കറിയാം. അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനുള്ള ആദ്യം എടുത്ത് മാറ്റിയാൽ മാത്രമേ ഈ ബസ് നന്നാവും. അല്ലെങ്കിൽ ഇത് ആന ബസ് ആനയെ പോലെ തന്നെ നിന്നിടത്ത് തന്നെ നിൽക്കും. അങ്ങനത്തേതാ. ഇത് പൂട്ടുന്നവരെ ഈറ്റുകൾ ഇത് സുപ്രീം കോടതി തന്നെ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞെന്താ, ഇത് തന്നെ നഷ്ടങ്ങൾ പൂട്ടിക്കളാം. അത് പൂട്ടിയുന്നവരെ ഈ ആനന്ദനും കോണന്തനും ഉണ്ടോ? ഈ ആനന്ദന് എല്ലാം ഇതിന് മാത്രം നിൽക്കുന്നതാ. അദ്ദേഹം നന്നാക്കാൻ വേണ്ടി വന്ന ആളല്ലേ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, നന്ദി. പാലക്കാട് നിന്ന് സുന്ദരൻ എന്ന പ്രശ്നം ചേരുന്നു. സുന്ദരൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ യൂണിയനുകളാണ് ഇതിന് ഏറ്റവും വലിയ തുരങ്കം വയ്ക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ. ഹലോ, കേൾക്കുന്നുണ്ട് സുന്ദരൻ, പറഞ്ഞോളൂ. യൂണിയനുകളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഓരോരോ പരിഷ്കാരം വരുമ്പോൾ KSRTC ഇനിയും നഷ്ടത്തിലേക്ക് കൂപ്പുവെത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതൊക്കെ രാഷ്ട്രീയ ഇടപെടലാണ് കൂടുതലും നടക്കുന്നത്. ശരി, കായംകുളത്ത് നിന്ന് രമേശ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. രമേശ്, ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇതിപ്പോൾ 5ാമത്തെ MD ആണ് കോർപ്പറേഷന്റെ സ്ഥാനത്തേക്ക് വരുന്നത്.
ഇത്തരത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുന്നു, ഒരാൾ ആ സ്ഥാനത്തെത്തി കാര്യങ്ങൾ പഠിച്ചു വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ മാറ്റുന്നു, വീണ്ടും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഏത് രീതിയിൽ സ്ഥാപനത്തെ അല്ലെങ്കിൽ KSRTC ബാധിക്കും? തൊഴിൽ ചെയ്യാതെ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് രമേശ്. തൊഴിൽ ചെയ്യാതെ പിന്നെ ശമ്പളം പറ്റാനായി ഒരുപറ്റം യൂണിയൻ പ്രവർത്തകരുണ്ട്. കേൾക്കുന്നുണ്ട് രമേശ്, പറഞ്ഞോളൂ. തൊഴിൽ ചെയ്യാതെ ശമ്പളം പറ്റിയ ഈ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ഒരു ഇതുമായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ശരി, രമേശാണ് കായംകുളത്ത് നിന്ന് പ്രതികരിച്ചത്. കാക്കനാട് നിന്ന് സുനിൽ എന്ന പ്രശ്നം ചേരുന്നു. സുനിൽ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് തച്ചങ്കരി സാർ വളരെ ബുദ്ധിമുട്ടിയിട്ട് പ്ലാൻ ചെയ്തു വരുമ്പോ ഇപ്പൊ പിണറായി സാർ അന്ന് പറഞ്ഞു വരട്ടല് വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു ഓഫീസർ, ഒരു IPS ഓഫീസർ അത്രയും ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്തു വരുമ്പോ, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പുള്ളീനെ ഇതിനു മുമ്പ് സപ്ലൈക്കോന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് തോന്നുമ്പോഴൊക്കെ ഇവര് പറഞ്ഞൊരു കാര്യം, ഇത് അധിക ചുമതല, ഇത് അപ്പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ അധിക ചുമതലയാന്നുള്ളത്. അപ്പൊ ഇവരൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരാളിനെ വെച്ചിട്ട് തോന്നുമ്പോ എടുത്ത് മാറ്റി. അതിന് പ്രധാന കാരണം അവര് ജോലിയുള്ള ആൾക്കാര് ലീവ് എടുത്തിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് തിരിച്ചു വിളിച്ചത് പ്രൊവോക്കേഷന് കാരണമായി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. അപ്പൊ ഈ മുങ്ങിപ്പോകുന്ന ഒരു പ്രസ്ഥാനം, ഇവര് യഥാർത്ഥ എംപ്ലോയീസ് ലീവ് എടുത്ത് ഗൾഫിൽ പോയിട്ട് അതിന് പകരം ഇവിടെ അധിക ബാധ്യതയായിട്ട് ടെമ്പററി ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിച്ച് പിന്നെ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്ക് പെൻഷൻ കൂടി കൊടുക്കുന്നതാണോ? അതാണോ ശരിക്ക് ചെയ്യേണ്ടത്? അതാണോ തച്ചങ്കരി ചെയ്ത് തെറ്റ്? ഇതൊന്നും ചോദിക്കാനും ഇതിനൊരു വേദിയും ഇവിടെ ഇല്ല. അതിന് പകരം ഇവരെ മർക്കട മുഷ്ടി, ഇവരുടെ ഗുണ്ടായുസം ഇത് വെച്ച് മിണ്ടാതിരുത്തുക. ഇതാണോ പ്ലാൻ ചെയ്തൊരു മിനിസ്ട്രിയുടെ പോക്ക്? ശരി, നന്ദി സുനിൽ പ്രതികരിച്ചതിന്. ഹരിപ്പാട് നിന്ന് PK രാജൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ PK രാജൻ, കോടതിയടക്കം ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഈ രീതിയിൽ കടബാധ്യതയിലാണ് പോകുന്നതെങ്കിൽ എന്തിന് മുന്നോട്ട് പോകുന്നു, പൂട്ടിക്കൂടെ എന്ന് കോടതി വരെ ചോദിച്ച ഒരു സ്ഥിതിയുണ്ടായി. ആ സാഹചര്യത്തിലാണ് MD സ്ഥാനത്ത് നിന്ന് തച്ചങ്കരിയെ മാറ്റുന്നു, അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മാറ്റുന്നു, പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഏതെങ്കിലും രീതിയിൽ കോർപ്പറേഷന് ഗുണം ചെയ്യുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ മാഡം, രാജൻ കേൾക്കാമോ? പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? ഇത് കോടതി ഇടപെട്ട് ഇത് നടത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് നമ്മുടെ ജനങ്ങള് കാശ് മേടിച്ച് ഇത് നടത്തുന്ന ഒരു KSRTC, ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ. ശരി, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കോടതി ഇടപെട്ട് നടത്തണം. ശരി, കോടതി ഇടപെട്ട് നടത്തണമെന്ന അഭിപ്രായമാണ് രാജൻ പറയുന്നത്. വടകരയിൽ നിന്ന് നാണു എന്ന് പ്രശ്നം ചെയ്യുന്നു. നാണു, എന്താണ് പറയാനുള്ളത്? മാഡം, എനിക്കും പറയാനുള്ള അത് തന്നെയാണ്. ഇവരെ ഈ അധികാര പടമ്പലി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഒരു ചട്ടുകം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പം തന്നെ ഒരു എംപാനൽ ജീവനക്കാർ സമരം ചെയ്യുന്നത് കാണുന്നില്ലേ? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ജോലി കൊടുത്തു, അവർക്കൊക്കെ ഒരു കാലാവധി കൊടുക്കും. ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ശക്തമായ ഒരു നല്ലൊരു ജോലി അവർക്ക് അവിടെ കിട്ടുവാണെങ്കിൽ അവിടുത്തെ ജോലി റിസൈൻ ചെയ്യാനുള്ള അങ്ങനെ ആ തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലാതെ അവർ 10-15 കൊല്ലം അവർ ഗൾഫിൽ പോയി ജോലി ഉണ്ടായി സമ്പാദിച്ചു, ഇവിടെ എംപാനൽ ജീവനക്കാരൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ അപ്പാട് പുറത്തേക്ക് എടുത്തിയാടും. ഈ ഒരു അവസ്ഥ മാറണം. ഇത് കോടതി തന്നെ ഇടപെടണം. കോടതി സർക്കാരുകളെല്ലാം മൊത്തത്തിൽ എല്ലാം യൂണിയന്റെ മറ്റു കാര്യങ്ങളിലെ പിൻബലത്തിലാണ് പ്രവർത്തനം. ഈ പ്രത്യേകിച്ച് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ ഒരു വസ്തുവിനും കൊള്ളൂല, എല്ലാം സമസ്ത മേഖലയിലും പരാതിയാ. ഇങ്ങനെ ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഏത് സർക്കാരായാലും. ശരി, കോടതി തന്നെ ഇടപെടണമെന്ന അഭിപ്രായമാണ് നാണുവും പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രൻ നായർ എന്ന് പ്രശ്നം ചേരുന്നു. ചന്ദ്രൻ നായർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാഡം, ഞാനൊരു പഴമൊഴി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നന്നാവുൽ അമ്മാവ എന്നെ തല്ലണ്ട. അങ്ങനെ ഒരു അമ്മാവൻ എന്താണെന്ന് വെച്ചാൽ തല്ലാൻ വേണ്ടി ശ്രമിച്ചു. അത് ഒരു സൂപ്പർ അമ്മാവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തന്നെ അടിയറ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മാഡം, ഇത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ കാര്യം തന്നെ ഞാൻ പറയാം. അതായത് വികാസ് ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥലം പാർട്ടി ഓഫീസിന്റെ സ്ഥിതിയിലേക്കാണ്. അതുകൂടാതെ തന്നെ പപ്പരംകോട്, ഇങ്ങനെയുള്ള ഓരോ ഡിപ്പോകളും അവർ പാർട്ടി ഓഫീസിന്റെ ലെവലിൽ കൊടിയും കെട്ടി ഇങ്ങനെ കുറെ പേര് പണിയെടുക്കാതെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇതില് ഈ ജനങ്ങളുടെ നികുതി പൈസ കൊണ്ട് എത്ര നാള് ഇങ്ങനെ ഈ ട്രാൻസ്പോർട്ട് സർവീസ് ഓടിക്കും? 1000 കോടി രൂപയെന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ വീട്ടിൽ നിന്നോ MLA-മാരുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവരുന്നതല്ല, ജനങ്ങളുടെ നികുതി പൈസ വാങ്ങിച്ച് ഈ മാത്രമല്ല 25 രൂപ കഴിഞ്ഞതിന് ശേഷമുള്ള ടിക്കറ്റിന് സെസ് ഉണ്ട്.
അങ്ങനെ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ മറ്റു രീതിയിൽ നികുതി കൊടുക്കുന്ന പൈസ കൊണ്ടും ട്രാൻസ്പോർട്ടിനെ മുമ്പോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഈ ഒരു പരിസ്ഥിതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയേറെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോടതി ഇടപെട്ട് കഴിഞ്ഞാലൊന്നും കാര്യം ശരിയാവില്ല. ഇതിനകത്ത് ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളും വിചാരിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനം നന്നാവുള്ളൂ മാഡം. അതല്ലാതെ നായർ പ്രതികരിച്ചതിന് മലപ്പുറത്ത് നിന്ന് സൂഫി എന്ന പ്രേക്ഷകൻ ചേരുന്നു. സൂഫി, നന്നാകണ്ട, ഇനി അഥവാ നന്നായാലും വിടില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന അഭിപ്രായമാണോ താങ്കൾക്കുമുള്ളത്? ഹലോ സൂഫി, കേൾക്കാമോ? വയനാട് ശരി, പറഞ്ഞോളൂ. പിന്നെ KSRTC കുറെ ഉദ്യോഗസ്ഥന്മാർ നിയമിച്ചൊന്നും കാര്യമില്ല. KSRTC ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഗവൺമെന്റ് പൈസ മുടക്കുക കണ്ടമാനം, എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ തോന്നും പോലെയാണ് ബസ് ഓടിക്കുന്നത്. ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ബസ് ഉണ്ടാവില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് കൂടുതൽ ഇതിൽ മുതലെടുപ്പ് നടക്കുന്നത്. പുതിയ MD മാറ്റി കൊണ്ടൊന്നും കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാർ നിലക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. എന്നാണ് സർക്കാരിന് നഷ്ടം വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ശരി, നന്ദി. പ്രതികരിച്ചതിന് പാലക്കാട് നിന്ന് ഗിരീഷ് എന്ന പ്രശ്നം ചേരുന്നു. ഗിരീഷ്, ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും KSRTCയെ ഭാവിയിൽ ബാധിക്കുക? വീണ്ടും കടക്കണിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന അഭിപ്രായമാണോ താങ്കൾക്ക്? എനിക്ക് മനസ്സിലാവാത്തത് കടക്കണി വീണു 3000 കോടി രൂപ ഒരു തവണ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 5000 കോടി രൂപയാണ് KSRTC കൊടുത്തു എന്ന് പറയപ്പെടുന്നത്. എവിടെയാണ് മാഡം ഈ 5000 കോടി കൊടുത്തിട്ടുള്ളത്? ഈ വെറും 3500 കോടി കടമുള്ള ഈ KSRTCക്ക് 5000 കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ 5000 കോടി കിട്ടിയെങ്കിൽ പിന്നെ KSRTC കടം എന്ത് ചെയ്യും? കടം അവിടെ പോയി. ഇതാരും മനസ്സിലാകുന്നില്ല. ഈ പൈസ കൊടുത്തു പറയുന്നത് ഇത് ലോണാണ് കൊടുക്കുന്നത്. KTDFC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഗവൺമെന്റ് ലോണായി കൊടുക്കുന്നതാണ്, അല്ലാതെ പൈസ വെറുതെ ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കുന്നല്ല. അപ്പൊ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കടം എവിടെ? 5000 കോടി കൊടുത്തില്ല. ഇപ്പൊ 1000 കോടി 5000 കോടിയായി ഈ ഗവൺമെന്റ് കൊടുക്കുന്നു. എവിടെയാ ആ പൈസ? എവിടെ? അതൊന്നും അല്ല. ഇവിടെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറയുന്ന ആവശ്യമില്ലാതെ വെറുതെ കുറെ ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറൈസേഷനോട് കുറെ ആൾക്കാർ ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ വെറുതെ ഇരുന്നിട്ട് കാശ് വാങ്ങുന്നു. എന്നിട്ട് ഈ പാവപ്പെട്ട ഡ്രൈവറും കണ്ടക്ടറുമാണ് ഈ കടത്തിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ആൾക്കാർ ഈ തൊഴിലാളികൾ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ അധിക ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ഡ്രൈവർക്ക് കിട്ടുന്നത് ഒരു 500 രൂപയാണ്. 10 മണിക്കൂർ അവൻ വണ്ടി ഓടിക്കണം. അത് കഴിഞ്ഞ് ബാക്കി പിറ്റേ ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നത് 2 ഡ്യൂട്ടി കിട്ടുന്നത്. അതായത് 2 ദിവസം ചെയ്ത 2 ഡ്യൂട്ടി 10 20 മണിക്കൂർ ഡ്യൂട്ടി കഴിക്കുമ്പോൾ 2 അറ്റൻഡൻസ് കിട്ടും. അപ്പൊ ഇവനെന്ത് 24 മണിക്കൂർ ഡ്യൂട്ടിക്കാരനാ. ഇങ്ങനെ ഈ ഡ്രൈവർക്ക് കണ്ടക്ടർ എന്ന് പറയുന്നത് വണ്ടി ഓട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യണം. ഈ കണ്ടക്ടർ ജോലിയല്ലേ? അവന്റെ മാനസികമായി അവന്റെ സംഘർഷം ഉണ്ടാവില്ലേ? ഈ ആക്സിഡന്റൊക്കെ കൂടുന്നത് കൊണ്ടോ? ഇവൻ വണ്ടി ഓടിച്ച് ഇവിടുന്ന് കോഴിക്കോട് ഇന്നത്തെ ഉത്തരവ് പ്രകാരം കേട്ടുന്ന കണ്ടതാണ്, ചാനലിലല്ല കണ്ടതാ. അതായത് കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വരെ അവൻ വണ്ടി ഓടിക്കണം. അന്ന് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടക്ടറായിട്ട് തിരിച്ചു വരണം. പിറ്റേ ദിവസം ഡബിൾ ഡ്യൂട്ടി, 2 ദിവസം 2 ഡ്യൂട്ടിയായി. പിറ്റേ ദിവസം പിന്നെ അങ്ങോട്ട് വണ്ടി ഓടിക്കണം. ഇത് മനുഷ്യന്മാരല്ലേ സാർ? ശരി, നന്ദി ഗിരീഷ്. പ്രതികരിച്ചതിന് രമണൻ എന്ന പ്രശ്നം ചേരുന്നു. രമണൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മേഡം, എനിക്ക് പറയാനുള്ള ഈ ഡിപ്പാർട്ട്മെന്റിലെ കഷ്ടപ്പെടുന്ന 2 കൂട്ടരാണ്. കണ്ടക്ടറും ഡ്രൈവർക്കും തന്നെയാണ് ഹെവി ഡ്യൂട്ടി. അവർ മാത്രം കഷ്ടപ്പെട്ടിട്ട് ബാക്കി മുകളിലോട്ടുള്ളവരൊക്കെ അവര് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി ശമ്പളം വാങ്ങിച്ച് കൈപ്പറ്റി ഈ ഉല്ലാസയാത്രയും. അതേപോലെ തന്നെ ബസ്സുകളാണെങ്കിൽ ഇപ്പൊ എപ്പോഴും ഒരു 300 ബസ് കട്ടപ്പുറത്തായിരിക്കും. ഈ ബസ്സിനും കണ്ടക്ടറും ഡ്രൈവർ അതിന്റെ പേരുള്ള ഡ്യൂട്ടിയിൽ ഒരു ബസ്സിന് ഒരു 8 പേരെങ്കിലും കുറഞ്ഞു കാണും, 8-10 ഇവരൊക്കെ ഈ ശമ്പളം വാങ്ങിച്ച് ഉല്ലാസമായിട്ട് നടന്ന ഈ യൂണിയന്റെ പ്രശ്നങ്ങളും കൊണ്ട് ഇതൊരിക്കലും നന്നായില്ല മേഡം. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തണം. ഈ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ ഇവരെ തന്നെ ഏൽപ്പിക്കുക. ഒരേ ബസ് 3 പേർക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. എങ്കിൽ നന്നാവും. ശരി, നന്ദി. KSRTC മുൻ MD ടോമിൻ തച്ചങ്കരി കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ പുതിയ ഉദ്യോഗസ്ഥർ മാറ്റിയിരിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ KSRTCക്ക് ഗുണം ചെയ്യുമോ? KSRTCയെ നന്നാക്കാൻ അനുവദിക്കില്ല എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി പ്രേക്ഷകരിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് രാജരത്നം എന്ന പ്രശ്നം ചേരുന്നു. രാജരത്നം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നാന്തരം തെമ്മാടിത്തമാണ് ഇവർ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ തെമ്മാടിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻകാർ നേതാക്കന്മാർ അതിനകത്ത് കളിച്ചിട്ട് ഒരു നല്ലൊരു സ്ഥാപനത്തെ തല്ലി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നതിനനുസരിച്ച് പിന്നെ തെമ്മാടിത്തരം കളിക്കുന്ന ഒരു ഗവൺമെന്റും ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് മൊത്തം കൊള്ളയടിച്ചിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കൂപ്പുകുത്തുമ്പോൾ ഈയിടെ കേട്ടു അവര് സ്വന്തം വരുമാനത്തിൽ പേയ്മെന്റ് കൊടുക്കാൻ പോവാണ്.
അങ്ങനെ നന്നാക്കി കൊണ്ടുവന്ന ഒരു കമ്പനി ഇപ്പൊ ഈ ഇറക്കിയ ആളെ മാറ്റിക്കൊണ്ട് തല്ലി കടത്തേണ്ട ആവശ്യം എന്താ ഉള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി രാജരത്നം. പ്രതികരിച്ചത് പിണറായിയിൽ നിന്ന് രമേശ് എന്ന് പ്രശ്നിച്ചിരുന്നു. രമേശൻ, സ്വന്തമായി സാലറി കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉയർന്നു വന്ന സ്ഥാപനത്തെ വീണ്ടും താഴേക്ക് ചവിട്ടി താത്തുന്ന എന്ന അഭിപ്രായമാണോ രമേശിനുമുള്ളത്? അതെ, അത് ശരിയാണ്. അതായത് KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെച്ചപ്പെടുത്തത് തച്ചങ്കരി മാറ്റിയത് ശരിയല്ലെന്ന് എന്റെ അഭിപ്രായം. അതായത് പുതിയ മാറ്റങ്ങൾ മുഖ്യമന്ത്രിക്ക് പ്രതിച്ഛ കുറച്ച് കുറഞ്ഞു പോയി ഈ ഒരു പ്രശ്നത്തിൽ. ശരി, നന്ദി. പ്രതികരിച്ചതിന് അടൂരിൽ നിന്ന് ശിവൻ എന്ന് പ്രശ്നം ചേർന്നു. ശിവൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ KSRTC നന്നാകണമെന്ന് വരികിലേ ഈ ഉപരിഘടകത്തിൽ, അതായത് മേലിരിക്കുന്നതായ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം പിരിച്ചു കൊള്ളണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ മേൽ ശമ്പളമുള്ള വെറുതെ കയ്യും കെട്ടിയിരുന്ന് വാങ്ങിക്കുക. ഒന്ന്. രണ്ടാമത് ഈ കഷ്ടപ്പെടുന്ന കണ്ടക്ടറും ഡ്രൈവറുമാണ്, അല്ലേ? കുറെ ഈ വണ്ടി പണിക്കാരുണ്ടല്ലോ, അതായത് സ്റ്റാഫിന്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് വണ്ടിപ്പണികളൊക്കെ ചെയ്ത് മെക്കാനിക്കൽ, അതായത് ഇവര് 3 കൂട്ടർ മാത്രമുള്ള ആവശ്യമേ ഉള്ളൂ. ഓരോ സ്റ്റേഷനിലും നല്ലൊരു ഉദ്യോഗസ്ഥൻ മതി. ബാക്കി എല്ലാവരും ചുമ്മാ കാശ് വാങ്ങിച്ചോണ്ടിരിക്കുക. ഏതാ 31-ാം തീയതി ഒപ്പിടും, 1-ാം തീയതി കാശ് വാങ്ങിക്കും. ഇതാ പണി. 1,00,000 രൂപയ്ക്കുള്ള അതാ അത്രയും പേരെ ഒന്ന് വെട്ടിക്കുറയ്ക്കാമെങ്കിൽ KSRTC വൻ ലാഭത്തിൽ പോകും. അതാ എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശിവൻ. പ്രതികരിച്ചതിന് കോട്ടയത്ത് നിന്ന് മോഹൻദാസ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. മോഹൻദാസ്, KSRTC നന്നാക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നത് എന്ന അഭിപ്രായമാണോ താങ്കൾക്ക്? അല്ല, ഇനി അത് നന്നാവുന്ന ഒരു പ്രതീക്ഷയില്ല. ഇനി ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഇത് പൊതുമേഖലയ്ക്ക്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക. പറ്റുമെങ്കിൽ ഓരോ വണ്ടി ഓരോരുത്തർക്ക് കൊടുക്കുക. ഞാൻ ഒരെണ്ണം എടുത്തോളാം. അത് കഴിഞ്ഞിട്ട് ആ വണ്ടി ഓടിച്ചിട്ട് അത് ലാഭമാണോ ഇല്ലയോ അന്നേരം അറിയാലോ. ഇവരെന്തിനിത്? ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിന്റെ നേതാക്കന്മാർ, ഈ യൂണിയൻ നേതാക്കന്മാർ, ഇവരെല്ലാം കണ്ടക്ടറും ഡ്രൈവറായിട്ട് പോകുന്നവരാണോ അതോ ഇവർക്ക് പണിയുണ്ടോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇവര് ഈ നേതാക്കന്മാർ കളിച്ച് നടക്കുകയും ഇത് എങ്ങനെയും നശിപ്പിക്കണം എന്ന് വെച്ചിട്ട് ഒരാൾ നന്നാക്കാൻ വേണ്ടി വന്നാൽ അയാളെ സമ്മതിക്കത്തുമില്ല. ഏറ്റവും നല്ലത് ഓരോ ബസ്സായിട്ട് ഓരോരുത്തർ കൊടുക്കാൻ ലേലം വിളിച്ച് കൊടുത്താൽ മതി. ഒരെണ്ണം ഉറപ്പായിട്ടും ഞാൻ എടുക്കും. ശരി, നന്ദി മോഹൻദാസ്. പ്രതികരിച്ചതിന് കണ്ണൂരിൽ നിന്ന് ഹാഷിം എന്ന പ്രശ്നം. ഹാഷിം, എന്താണ് പറയാനുള്ളത്? ഇതൊരിക്കലും ഒരു ലാഭകരമായ രൂപത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം അത് കുത്തുവാളയെടുത്ത എല്ലാ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നോക്കിക്കാണാൻ പറ്റുന്നത്. ഞങ്ങളെ KSRTC MD-യുടെ കൂടിക്കൈകളൊന്നും ഫലവത്താകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. ശരി, നന്ദി ഹാഷിം. പ്രതികരിച്ചതിന് കോട്ടയത്ത് നിന്ന് രാജു എന്ന് പ്രശ്നം ചേരുന്നു. രാജു, ഒരിക്കലും നന്നാവാത്ത രീതിയിലേക്ക് തന്നെ KSRTC വീണ്ടും നീങ്ങുന്നു എന്നാണോ താങ്കൾക്കും പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഐ ഹാവ് ടു ഗിവ് യു 3 ഓപ്ഷൻസ്. 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നിൽ ഇത് പ്രൈവറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമായിട്ട് അപ്പാതിയായിട്ട് വീതിച്ചു കൊടുക്കുക യൂണിയൻ നേതാക്കൾക്ക്. എന്നിട്ട് ലെറ്റ് ദം റൺ ഇറ്റ് ആൻഡ് ലെറ്റ് ദം പ്രൂവ് ഇറ്റ് യെസ് ഇറ്റ് ഈസ് സക്സസ് ഓർ ഫെയിലിയർ. then only they will come to know. അതാ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അവർ നന്നാക്കാൻ വേണ്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്. നന്ദി രാജു. പ്രതികരിച്ചതിന് കാട്ടാക്കടയിൽ നിന്ന് വിനോദ് എന്ന പ്രശ്നം ചേരുന്നു. വിനോദ്, ഓരോ ബസ്സായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കട്ടെ, ആ രീതിയിൽ സർവീസ് നടക്കട്ടെ, അങ്ങനെയെങ്കിലും ആ മാറ്റങ്ങൾ മാത്രമേ ഗുണം ചെയ്യൂ KSRTCക്ക് എന്നാണ് പലരും പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ അഭിപ്രായം, ഈ യൂണിയൻ മൊത്തം പിരിച്ചുവിടണം. ഒന്ന്, അല്ല എങ്കിൽ യൂണിയൻകാർക്ക് വണ്ടി വിട്ടുകൊടുത്തിട്ട് ഒരു കൊട്ടേഷൻ റേറ്റിന് ഇവർക്ക് കൊടുക്കുക. അവർ തന്നെ സാലറി കൊടുക്കണം ഈ എംപ്ലോയീസിന് മൊത്തം. ഗവൺമെന്റ് 1 രൂപയും കൊടുക്കാൻ പാടില്ല. ഇവർ തന്നെ പ്രോഫിറ്റിൽ നടത്തിക്കൊണ്ട് പോകട്ടെ. ശരി, നന്ദി വിനോദ്. പ്രതികരിച്ചതിന് കോട്ടയത്ത് നിന്ന് വിജയൻ എന്ന പ്രശ്നം ചേരുന്നു. വിജയൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ പറഞ്ഞോളൂ വിജയൻ, കേൾക്കാം. മാഡം, എനിക്ക് 2-3 കൂട്ടം കാര്യം പറയാനുണ്ട്. ഒന്ന്, KSRTC രക്ഷപ്പെടണമെങ്കിൽ യൂണിയൻ നേതാക്കന്മാരുടെ അക്കൗണ്ടിൽ ഒരു മാസം എത്ര രൂപ ചെല്ലുണ്ടെന്ന് പരിശോധിക്കുക. ഹലോ, ശരി, കേൾക്കുന്നുണ്ട് വിജയൻ, പറഞ്ഞോളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇത് ഈ കമ്പനി നഷ്ടമാണെങ്കിൽ ഇത് പ്രൈവറ്റുകാർക്ക് വിട്ടുകൊടുത്തിട്ട് അവര് നഷ്ട ലാഭം അവർ തീരുമാനിക്കട്ടെ. സർക്കാരിന് ഇത്ര ലക്ഷം രൂപ വെച്ച് ഒരു മാസം കൊടുക്കാന്ന് പറയട്ടെ. ഈ സംഗതി നന്നാവും നന്നോരം അറിയാം. ശരി, നന്ദി വിജയൻ. പ്രതികരിച്ചതിന് കോയമ്പത്തൂരിൽ നിന്ന് കൃഷ്ണൻ എന്ന പ്രശ്നം ചേരുന്നു. കൃഷ്ണൻ, ഈ രീതിയിൽ പോയാൽ KSRTC ഒരിക്കലും ലാഭത്തിലാകില്ല എന്ന അഭിപ്രായമാണോ താങ്കൾക്കും പറയാനുള്ളത്? ഹലോ കൃഷ്ണൻ, കേൾക്കാമോ? ഹലോ, മാഡം, 10 വന്നിട്ട് ആ ആലക്കടവട്ടെ ആനത്തുണ്ടല്ലോ, അയാൾ അവിടുന്ന് പറഞ്ഞേക്കണം യൂണിയന്റെ. എന്നാലേ അത് നേരെ ഉള്ളൂ.
പക്ഷേ വളരെയധികം സങ്കടമുണ്ട് ഇങ്ങനെ ഇത് ഇത്രയും ഒരു മോശം ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അതാണ് പറയാനുള്ളത്. ശരി, കോയമ്പത്തൂരിൽ നിന്ന് കൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. KSRTC MD സ്ഥാനത്ത് നിന്ന് ടോമിൻ തച്ചങ്കരിയെ മാറ്റിയതും അതിന് പിന്നാലെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും ഒരിക്കലും KSRTCക്ക് ഗുണം ചെയ്യില്ല. KSRTCയെ നന്നാക്കാൻ അനുവദിക്കാത്ത സമീപനമാണ് ഇപ്പോൾ പലരിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന അഭിപ്രായമാണ് പൊതുവെ പ്രേക്ഷകരിൽ നിന്നും ഉയർന്നു വന്നത്. ന്യൂസ് 18 പൊതുവേദി ഇവിടെ പൂർണ്ണമാവുകയാണ്. 5 മണി വാർത്ത കാണാം. ഇടവേളയ്ക്ക് ശേഷം.